ഉണ്ടല്ലോ ധൈര്യം പറയാം. ഒരു ക്യൂരിയോസിറ്റി കാണാനായിട്ട് ഇവളെ കാണുന്ന കുത്തി കോട്ടലെടുക്കാനാണ്. എന്തിനാടാ എന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മള് പോയിക്കൊണ്ടെന്നാടാ. നമ്മക്ക് കുറച്ച് ഇതെല്ലാം ഉണ്ട്, വൃത്തിയെല്ലാം ഉണ്ട് അല്ലേ മുസ്ലിയാറെ? നിങ്ങൾ എന്താണ് കാട്ടുന്നത്? മാറി മാനെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിച്ചത് ഉപ്പയാ, കൊല പിടിക്കാൻ പഠിപ്പിച്ചതും ഉപ്പയാ, ട്രൗസറിൽ കൈയിടാൻ പഠിപ്പിച്ചത് ഉപ്പാപ്പയാ, മണിയാട്ടാന് പഠിപ്പിച്ചത് അളയാപ്പയാ. അതാ പാട്ടല്ലടോ, ഇങ്ങനത്തെ പാട്ടല്ലാതെ. വെളിച്ചെണ്ണ എടുക്കട്ടെ. എന്താണ് അബു? എന്തിനാണ് കുളിക്കാനാണ്? എന്തിനാണ് ഇപ്പൊ വെളിച്ചെണ്ണ കുളിക്കാനാ? നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിന്റെ വീട്ടിലേക്ക് തന്നെ നമ്മൾ വരുന്നുണ്ട്. ഒരു കുപ്പി പാരഷൂട്ടും ആയിട്ടാണ് നമ്മളെ കയ്യിൽ ഉസ്താദ് വരുവാ. അന്നേരം നീ എന്നെ കാണണം. നിങ്ങൾ മിണ്ടാടിടി. എന്താണ് മുസ്ലിയാറെ അടക്കടക്ക് ഇങ്ങനെ? എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് വലിയൊരു, അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്. എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. എനിക്കിനൊരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി. ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായിപ്പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആ ആള് പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്ത് ഞാൻ പറഞ്ഞില്ല. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല, ഒരു ഇതുമില്ല. സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസി